കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് അമ്മയും ഭാര്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇവരുടെ ഇടയിൽ ഒരു ഷട്ടിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരേ സമയം നല്ലൊരു ഭർത്താവും അതുപോലെ മകനുമായി മാറാൻ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സമാധാനം ഇവർ ഒന്നിക്കുന്നിടത്താണ് എന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇവിടെ ഒരുപാട് കേസസ് ഉണ്ട്. സപ്പോസ് നമുക്കിപ്പോൾ വിചാരിക്കാം ഭാര്യ എന്ന് പറയുന്നത് ഹൈലി ക്രൂവൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്ന് തന്നെ. അതായത് തൻ്റെ ഭർത്താവ് അവരുടെ വീട്ടുകാരുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ഭർത്താവിനെ എനിക്ക് മുഴുവനായി വേണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലേഡിയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഇവിടെ ആരും ഈ ഭർത്താവിനെ ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള ഒരു ലേഡിയുടെ കൂടെ ജീവിക്കണമെന്ന് ഫോഴ്സ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഭർത്താവാണ്. ഇത്രയ്ക്ക് ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാം. അല്ലെങ്കിൽ അവൾ ചെയ്യുന്നത് തെറ്റാണ്, അവൾ എന്നെ എൻ്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റാൻ ട്രൈ ചെയ്യുകയാണ്, എന്നിരുന്നാലും എനിക്ക് അവളോടൊത്തുള്ള ഒരു ജീവിതം ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പാരൻസിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. ഇങ്ങനെയാണ് അവരെടുക്കുന്ന തീരുമാനമെങ്കിൽ ആ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ പ്രശ്നക്കാർ എന്ന് പറയുന്നത് വീട്ടുകാരായിരിക്കും. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി എൻ്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അവളെ ദ്രോഹിക്കും. അങ്ങനെ അത്രയും ക്രൂവൽ ആയിട്ടുള്ള പാരൻസും ഈ ലോകത്തുണ്ടാകാം. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലും ഡിസിഷൻ എടുക്കാനുള്ള ലിബർട്ടി ഭർത്താവിനുണ്ട്. എൻ്റെ പാരൻസ് വളരെ ക്രൂരമായാണ് എൻ്റെ ഭാര്യയോട് പെരുമാറുന്നത്, ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഭാര്യനെ ആണ്. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ പാരൻസിൽ നിന്ന് അകന്നു നിൽക്കാനും തീരുമാനിക്കുന്നു എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ചെയ്യുന്നതൊക്കെ തെറ്റാണ് എങ്കിൽ പോലും എന്നെ വളർത്തി വലുതാക്കിയത് അവരാണ്, എനിക്ക് അവരോട് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഭാര്യയെ അങ്ങ് ഒഴിവാക്കി ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടി ജീവിക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കാം. ഇവിടെയും തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണം എന്നേ ഉള്ളൂ. ഇനി മൂന്നാമതൊരു സിറ്റുവേഷൻ ഉണ്ട്. സെൽഫിഷ് ആയിട്ട് പെരുമാറുന്നത് ഹസ്ബൻഡ്സ് ആയിരിക്കും. അതായത് അവർക്ക് അവരുടെ സമാധാനമാണ് മുഖ്യം. അവരുടെ സമാധാനത്തിന് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കാനായിട്ട് ഭാര്യയും അതുപോലെ വീട്ടുകാരും തയ്യാറാകണം. ഇപ്പോൾ ഭാര്യ വിചാരിക്കുകയാണ് എൻ്റെ ഭർത്താവിന്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ ഞാൻ എല്ലാം സഹിച്ച് വീട്ടുകാരുമായി ഒരുമിച്ച് പോകാൻ തയ്യാറാകാമെന്ന്. അപ്പോൾ ഈ ഭർത്താവ് എടുക്കേണ്ട പെയിൻ എടുക്കേണ്ടി വരുന്നത് ഭാര്യയാണ്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടുകാരാണ് അങ്ങനെ ചിന്തിക്കുന്നത് എങ്കിൽ അവരും ഒരുപാട് പെയിൻ എടുക്കേണ്ടി വരും. അതായത് ഇവിടെ ഹസ്ബൻഡ് ഡിമാൻഡ് ചെയ്യുന്നത് എൻ്റെ സമാധാനത്തിന് വേണ്ടി ബാക്കിയുള്ള രണ്ടുപേർ, അതിപ്പോൾ ഭാര്യയാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അവരുടെ ബൗണ്ടറീസ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാക്രിഫൈസ് ചെയ്യണം എന്നാണ്. അതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ സാധിക്കുകയില്ല.